വെൽക്കം ടു ജിബോർഡ് പ്ലസ് വൺ ഹിസ്റ്ററീസ് മീ നാഫി. എല്ലാവർക്കും മക്കളെ ജിബോർഡ് പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ നിങ്ങളുടെ പ്ലസ് വൺ ഹിസ്റ്ററിയുടെ മോഡൽ എക്സാമിന് 4 മാർക്കിന് ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ക്രൊണോളജിക്കൽ ഓർഡർ അഥവാ കാലഘടനാക്രമത്തിൽ. ഇത് അതായത് ക്വസ്റ്റ്യൻ എങ്ങനെ വരിക? ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചിട്ട് ഒരു മോഡൽ ക്വസ്റ്റ്യൻ എന്താ, അതായത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. അറേഞ്ച് ദ ഫോളോയിങ് തിങ് ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ. താഴെ പറയുന്ന കാലക്രമത്തിൽ ക്രമീകരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് 4 സംഭവങ്ങൾ തരും, അതിന്റെ വർഷങ്ങൾ നമുക്ക് തരില്ല. ആ വർഷങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ച ഓർമ്മയിൽ നിന്ന് എടുത്തിട്ട് കറക്റ്റ് വർഷത്തിന്റെ ക്രമത്തിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ ഓർഡർ ആക്കി എഴുതുകയാണ് വേണ്ടത്. അങ്ങനെ എഴുതിയാലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? 4 മാർക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് 4 സംഭവങ്ങൾ മാത്രം തരും. ആ സംഭവത്തിന്റെ വർഷം നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, തരില്ല. ആ വർഷങ്ങൾ നിങ്ങൾ എവിടെ വേണം? മൈൻഡിൽ വേണം. എന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്ത് ഇങ്ങനെ ഓർഡർ ആക്കി ചെയ്താൽ. അപ്പോൾ എന്തൊക്കെ സംഭവങ്ങളാണ് ക്രൊണോളജിക്കൽ ഓർഡറിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്? ഈ സംഭവങ്ങളും അതിന്റെ വർഷങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം കേട്ടോ. അതായത് 10ാമത്തെയും 8ാമത്തെയും ചാപ്റ്ററിൽ നിന്നും ചിലപ്പോൾ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ക്രൊണോളജിക്കൽ ഓർഡർ അഥവാ കാലഘടനാക്രമം ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നോക്കി വെച്ചോ. ഫസ്റ്റ് ഓപ്പിയം വാർ, അതായത് പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഈ ഒരു സംഭവത്തെ നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു വെഹിക്കിൾ അഥവാ വണ്ടിയായിട്ടും അതിന്റെ ഈ വർഷത്തെ വണ്ടിയുടെ നമ്പർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കണക്കാക്കുക. അപ്പോൾ ഫസ്റ്റ് ഓപ്പിയം വാർ നടന്ന വർഷം ഏതാ? 1839. അപ്പോൾ ഓപ്പിയം എന്ന് പറഞ്ഞ വണ്ടിയുടെ നമ്പർ എത്ര? 1839 മാത്യു പെറി ജപ്പാനിലേക്ക് വന്നതെന്ന 1853 മേജർ റിസ്റ്റോറേഷൻ ഏത് വർഷമാണ്? 1868 ആണ്. എൻഡ് ഓഫ് ഷോഗൺ റൂൾ ഏത് വർഷമാണ്? 1868 ആണ്. റൂസോ ജപ്പാനീസ് വാർ ഏത് വർഷമാണ്? 1905 ആണ്. റിവോൾട്ട് അഗെയിൻസ്റ്റ് സന്യാസിന്റെ കലാപം ഏത് വർഷം? 1911 ഇങ്ങനെ ഇതൊക്കെ നോക്കി വെക്കണേ. സന്യാസിന്റെ റിപ്പബ്ലിക് 1911 കുമിയാങ്താങ് പാർട്ടി 1912 മെയ് 4 മൂവ്മെന്റ് 1919 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് 1921 ഡെത്ത് ഓഫ് സന്യാസൻ 1925 ലോങ് മാർച്ച് 1934 പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന 1949 ദ ഗ്രേറ്റ് ലീപ് ഫോർവേഡ് മൂവ്മെന്റ് 1958 ടോക്കിയോ ഒളിമ്പിക്സ് 1964 കൾച്ചർ റെവല്യൂഷൻ അഥവാ സാംസ്കാരിക വിപ്ലവം ഏത് വർഷമാണ്? 1966 തീർന്നിട്ടില്ല. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം. 1486 ബർത്തമലു ദയസ് എവിടെ എത്തി? ആഫ്രിക്കയുടെ തെക്കേറ്റെത്തുകയും ആ സ്ഥലത്തിന് കേപ്പ് ഓഫ് സ്റ്റോംസ് അഥവാ കൊടുങ്കാറ്റിന്റെ മുനമ്പ് എന്നുള്ള പേര് കൊടുത്തു. ഇത് വർഷം 1486. ഇനി 1492 ആ മുനമ്പിന്റെ പേര് ആര് മാറ്റി? പോർച്ചുഗൽ കിങ് അഥവാ പോർച്ചുഗീസ് രാജാവ് മാറ്റി. എന്താക്കി മാറ്റി? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്നുള്ളൊരു പേരാക്കി മാറ്റി. പിന്നെ വാസ്കോ ഡി ഗാമ എന്ത് ചെയ്യുന്നുണ്ട്? 1498 എവിടേക്ക് എത്തി? ഇന്ത്യയിലേക്ക് എത്തി. വർഷം ഓർത്ത് വെക്കണേ. 1498 വാസ്കോ ഡി ഗാമ എവിടെ എത്തി? ഇന്ത്യയിലെത്തി. 1500 കബ്രാൾ എവിടെ എത്തി? ഇന്ത്യയിലേക്കുള്ള വഴിയിൽ എവിടേക്ക് എത്തി? ബ്രസീലിലേക്ക് എത്തി. ബ്രസീൽ കണ്ടുപിടിച്ച ഗബ്രാൾ എത്തിയ വർഷം 1500 സൗത്ത് അമേരിക്കയിലേക്ക് എത്തിയിട്ടുള്ള ഹെർനാൻ കോർട്സ് എന്ത് ചെയ്യാണ്? 1590 എന്ത് ചെയ്യാണ്? ഹെർനാൻ കോർട്ടസ് എന്ത് കണ്ടുപിടിച്ചില്ല? 1519 ഹെർനാൻ കോർട്ടസ് മെക്സിക്കോയും അതേ വർഷം തന്നെ ഫ്രാൻസിസ്കോ പിസാറോ പെറുവും എന്ത് ചെയ്തു? കണ്ടെത്തി. ഈ സംഭവങ്ങൾ അതായത് 1519 സംഭവിച്ച എന്താ? ഹെർനാൻ കോർട്ടസ് മെക്സിക്കോയും ഫ്രാൻസിസ്കോ പിസാറോ പെറുവും കണ്ടുപിടിച്ചു. ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സാം ചോദിച്ചേക്കാം. അപ്പോൾ ഇതൊക്കെ ഓരോ വർഷങ്ങളിൽ ചോദിച്ചാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. കാരണം ഇതിന് ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിലും എന്ത് ചോദിക്കാം? ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊരു വർഷം ചോദിച്ചാണ് ഈ 4 സംഭവങ്ങൾ തരും. ഈ സംഭവങ്ങളുടെ ഇയർ നിങ്ങൾക്ക് തരില്ല. ഇയർ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാണോ അത് ഓർത്ത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാമിന് ആൻസർ ആക്കി എഴുതണം. അപ്പോൾ ഈ 4 സംഭവങ്ങളെ നിങ്ങൾ ക്രൊണോളജിക്കൽ ഓർഡർ ആക്കിയിട്ട് എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. ഈ 4 സംഭവങ്ങളും ക്രൊണോളജിക്കൽ ഓർഡർ ആക്കിയിട്ട് എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അടുത്തത് ഈ 4 സംഭവങ്ങളാണ്. ഈ 4 സംഭവങ്ങളെയും നിങ്ങൾ എന്ത് ചെയ്യണം? ക്രൊണോളജിക്കൽ ഓർഡർ ആക്കി മാറ്റണം. കമന്റ് ബോക്സിൽ എന്ത് ചെയ്യണം? ടൈപ്പ് ചെയ്യണം. അടുത്തത് ഈ 4 സംഭവങ്ങളാണ്. ഈ 4 സംഭവങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ക്രൊണോളജിക്കൽ ഓർഡർ ആക്കണം. കമന്റ് ബോക്സിൽ എന്ത് ചെയ്യണം? ടൈപ്പ് ചെയ്യണം. അടുത്തത് കഴിഞ്ഞ തവണത്തെ പബ്ലിക് എക്സാമിന് ചോദിച്ചാണ് ഗബ്രാൾ, ബർത്തമലു ദയസ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ എത്തിയത്, വാസ്കോ ഡി ഗാമ എത്തിയത്, അതുപോലെ കൊളംബസ് എവിടെ എത്തി? ബഹാമാസ് എത്തിയത്. ശ്രദ്ധിക്കണം, കൊളംബസ് എവിടെ എത്തിയിട്ടുണ്ട്? ബഹാമാസിൽ എത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതാണ് കഴിഞ്ഞ പബ്ലിക് എക്സാമിന് ചോദിച്ചത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനോ അല്ലെങ്കിൽ ചൈനയും ജപ്പാനുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററിനോ എന്ത് ചെയ്തേക്കാം? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ക്രൊണോളജിക്കൽ ഓർഡർ 100% ഉറപ്പാണ്. മാപ്പ് മാർക്കിംഗ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്രൊണോളജിക്കൽ ഓർഡറും. അപ്പോൾ ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് നാഫി സൈനിങ് ഓഫ്. ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ nafi.edu എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയച്ചോ. വീണ്ടും കാണാം. ഇറ്റ്സ് നാഫി സൈനിങ് ഓഫ്. ബൈ.